ഇവിടെ എന്റെ പറമ്പിൽ വന്ന് തേങ്ങ മോട്ടിച്ചോണ്ട് പോയിട്ട് നിന്നെ അനുകരിക്കണോടാ ഞാൻ എന്ന് വേണമെങ്കിൽ മോഷണം ഇവിടെ മോഷണമെന്ന് പറയരുത്. ഇല്ല ഇതൊരു കോമഡി അല്ലേ? കോമഡിയോ? ആ, എനിക്ക് ആ ഭാഗം അങ്ങോട്ട് മനസ്സിലായില്ല. പറയാ. ആ, ഞാൻ വീട്ടിലിരുന്ന സമയത്ത് ആ. എന്റെ മൂത്ത മോൻ വന്നിട്ട് ആ. എന്നോടൊരു കോമഡി. എന്ത് കോമഡി? അവന് ചമ്മന്തി കൂട്ടി ചോറുണ്ടെന്ന്. അത് കേട്ട് ഞാൻ അടുക്കള ചെന്നപ്പോ പെണ്ണുമ്പിള്ള എന്നോടൊരു കോമഡി. എന്ത് കോമഡി? ഇവിടെ തേങ്ങ എവിടെ ഇരിക്കുന്നു മനുഷ്യാന്ന്. അപ്പൊ ഞാൻ തിരിച്ചൊരു കോമഡി. എന്ത് കോമഡി? ഈ രാത്രി 11 മണിക്ക് എവിടെ പോയി തേങ്ങ ഉണ്ടാക്കാനാ? ആ കോമഡി കൊള്ളാം. അത് കേട്ട് ഇവിടെ വന്ന് തേങ്ങ എടുത്ത് മോലാളിയുടെ മുന്നിൽ വന്നപ്പോഴോ മോലാളി മുട്ടനൊരു കോമഡി. അല്ല, ഈ കോമഡി പറഞ്ഞിട്ട് മോലാളി എന്താ ചിരിക്കാത്തെ? അത് ചിരിക്കണോ വേണ്ട ഞാൻ ആലോചിച്ചിട്ട് പിന്നെ പറയാം. ഒരു പഞ്ചിനുള്ള കോമഡി എന്റെ കിടപ്പുണ്ട്, അത് കാണിക്കണോ? വേണ്ട വേണോ? വേണ്ട 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 വേണ്ട. എടാ, ഈ കാണുന്ന 1.5 ഏക്കർ മൊത്തവും എന്റെ തോട്ടമാ. അതുകൊണ്ടല്ലേ ഞാൻ ടോർച്ചടിച്ച് വന്നത്. ഏടാ, ഞാൻ തോട്ടം എന്നാ പറഞ്ഞത് കേട്ടോ. അല്ല, നീ എന്തിനാ എന്റെ തെങ്ങ കേറിയത്? എനിക്കൊരു ദുശീലമുണ്ട്. രാവിലെ പല്ല് തേച്ച് കഴിഞ്ഞാ ഒന്ന് നാക്ക് പഠിക്കണം, അതിനൊരു ഈർക്കലിന് കയറിയതാ. എടാ, താഴെ അല്ലേടാ ഈർക്കിൽ ഇഷ്ടം പോലെ കിടക്കുന്നത്. മേളിൽ ചെന്നപ്പോഴല്ലേ കണ്ടത് താഴെ ഈർക്കൽ കിടക്കുന്നെന്ന്. അപ്പൊ പിന്നെ ഈ തേങ്ങയോ? അത് താഴോട്ട് ഇറങ്ങി വരുമ്പോ കൈയും വീശി വരുമല്ലേ, അതുകൊണ്ടല്ലേ 2 തേങ്ങ എടുത്തത്. ഓ, ഇങ്ങോട്ട് വന്ന്. എന്താ? പിന്നെ ഞാൻ അങ്ങനെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. എടാ കള്ള, കഷ്ടമുണ്ട് മോലാളി, കിട്ടല്ലേ. ഒന്നും മിണ്ടരുത്. നിന്നെ ഇന്ന് ഞാന് മൊത്തത്തിൽ ഞാൻ ഇന്ന് നാറ്റിക്കുവടാ. ഞാൻ മെമ്പറെ ഒന്ന് വിളിക്കട്ടെ. അയ്യോ, മെമ്പർ കൂടെ ഒന്ന് അറിയട്ടെ, എല്ലാരും അറിയട്ടെ. ഹലോ 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 ഹലോ. മെമ്പറെ, ഉറങ്ങിയോ? ഭയങ്കര ക്ഷീണമായിരുന്നു, ഞാൻ അങ്ങ് കിടന്നോ? ഇപ്പൊ എല്ലാ ഡ്രസ്സാ ഇട്ടേക്കുന്നേ? ഞാൻ ഒരു നൈറ്റി ഓറഞ്ച് കളർ. ശരി. ഞാൻ വിശ്വംഭര മുതലാളിയാണ്. എന്താ മുതലാളി? അത് ഞാൻ വിളിച്ചതേ, ഒരുപാട് കാലമായിട്ട് ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കുവായിരുന്നു. മുതലാളി എന്തോ പറയുന്നത്? അതെ, ഇപ്പൊ എനിക്ക് കയ്യോടെ പിടിക്കണം. മുതലാളി എന്താ മുതലാളി പറയുന്നത്? ഞാൻ നമ്മുടെ തോട്ടത്തിലുണ്ട്. ഇങ്ങോട്ട് വാ. എന്റെ മുതലാളി, ഞാനൊരു സ്ത്രീയല്ലേ, മുതലാളി ഒരു പുരുഷനല്ലേ? ഞാനിപ്പോ അവിടോട്ട് വന്നു നിന്നാലേ എന്തെങ്കിലും ദുർബുദ്ധി തോന്നിയാലോ? ആർക്ക്? എനിക്ക്. മെമ്പറെ, വോട്ട് ചോദിക്കാൻ വന്നപ്പോ ഇതൊന്നും അല്ലല്ലോ പറഞ്ഞത്. വിളിച്ച ഉടനെ അറിയാം, ഏത് പാചകത്തിൽ വിളിച്ചാലും ഇറങ്ങി വരുമെന്നാണല്ലോ. അത് പിന്നെ വന്നോട്ടെ, പെട്ടെന്ന് വന്നോട്ടെ, ഒരു കാര്യമുണ്ട്, അത്യാവശ്യം. ശരി ശരി ശരി. ശരി, മെമ്പർ വന്നോട്ടെ, നിനക്കിട്ടുള്ള പണി അവിടെ വെച്ച് തരാം കേട്ടാ. അവിടെ നിൽക്കേ. എന്താ മുതലാളി വിളിച്ചേ? ഞാൻ പറഞ്ഞില്ലായിരുന്നോ? എന്തുവാ? ഭയങ്കര ആഗ്രഹമാ. മുതലാളി എന്തോ മുതലാളി പറയുന്നത്? വേണ്ട, നിൽക്കുന്നു നോക്ക്. അയ്യോ ബാബു, നീ എന്താടാ ഇവിടെ? ഞാൻ ആധാർ ലിങ്ക് ചെയ്യാൻ വന്ന. ആധാർ ലിങ്ക് ചെയ്യാൻ വന്നത്? ആധാർ ലിങ്ക് ചെയ്യാൻ വന്നിരിക്കുന്നത്? അല്ലല്ല, കുഴപ്പമില്ല, ഒരു കാര്യം ചെയ്യ്. സോറി പറ മുതലാളി, സോറി പറഞ്ഞേരെ. ഞാനോ? മുതലാളി സോറി പറ. ഞാൻ എന്തിനാ സോറി പറഞ്ഞത്? അവരല്ലേ സോറി പറയണ്ടേ? മുതലാളിക്ക് പറഞ്ഞ് മനസ്സിലായില്ലയോ? ഇതിന്റെ സോറി പറ. ഓ, തിരക്കഥ. അത് പറഞ്ഞുതരാം. ഒരുപാട് നാളായിട്ടേ ഇവിടുന്ന് തേങ്ങ മോഷണം പോകുന്നു. ആരാ കൊണ്ടുപോകണമെന്ന് ഒരു പിടുത്തവും ഇല്ല. ഞാൻ നോക്കിയിരുന്നപ്പോഴത്തേക്കിന് ഇന്ന് അവനെ എനിക്ക് കൈയോടെ കെട്ടി. അതുകൊണ്ട് ഞാൻ അവനെ പിടിച്ചു. കയ്യിലെ കെട്ടഴിച്ചോടാ, നീ കെട്ടഴിച്ചോ അവനെ. ഞാൻ കൈയോടെ പിടിച്ചു. ഞാൻ ചോദിക്കട്ടെ ബാബുവേ, കണ്ടവന്റെ പറമ്പിൽ നീ തേങ്ങ മോട്ടിക്കുന്നത് ശരിയായിട്ടുള്ള നല്ല കാര്യമാണോ? നല്ലതെന്നല്ലേ വീട്ടിൽ കൊണ്ട് പോയിച്ച് നോക്കുമ്പല്ലേ അറിയുന്നത്. അതല്ലെന്ന്, ഇതൊക്കെ ശരിയാണോ? മെമ്പർ അങ്ങനെ പറയില്ലേ?